CPIM സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടിക്കുള്ളിലെ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യത. പ്രായപരിധിയുടെ പേരിൽ മുതിർന്ന നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമ്പോൾ കൂടുതൽ യുവാക്കളും സ്ത്രീകളും നേതൃനിരയിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ. പ്രായപരിധിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമായിരിക്കും ഇളവിന് സാധ്യത. MV ഗോവിന്ദൻ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറിയായി തുടരും. കല്ലുമാല സമരത്തിന്റെയും കുണ്ടറ വിളംബരത്തിന്റെയും നാട്ടിലേക്ക് CPIM സംസ്ഥാന സമ്മേളനം വീണ്ടും എത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ മാറ്റങ്ങളുടെ നിര തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളും മന്ത്രിസഭാ തീരുമാനങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ കുടുക്കുകളും മാറി മാറി വരുന്ന ദേശീയ നയത്തോടൊപ്പം ചർച്ചയാകും. ഭരണരംഗത്തെ രാഷ്ട്രീയ വീഴ്ചകൾ, താഴെത്തട്ടിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ വലിയ ചർച്ചയായി. പ്രാദേശികവാദവും ആൾക്കൂട്ടത്തിന് നടുവിലെ തുരുത്തുകളായി മാറിയ നേതാക്കളും ആരോപണ വിധേയരായി മാറിയതിനു ശേഷമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരുന്നത്. മാർച്ച് 6 മുതൽ 9 വരെയാണ് സംസ്ഥാന സമ്മേളന കാലം. മൂന്നാം തുടർഭരണം ലക്ഷ്യമിടുന്ന CPIMനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം സമ്മേളനം നിർണായകമാണ്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രായപരിധിയെ കണക്കിലെടുത്ത് AK ബാലൻ, ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറത്തുപോകും. പ്രായപരിധി പിന്നിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരും. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പരിഗണന ലഭിക്കും. മാത്രവുമല്ല, പിണറായി വിജയൻ എന്ന കേന്ദ്രബിന്ദുവിന് മുന്നിൽ എതിർസ്വരങ്ങൾ ഇല്ല. പാർട്ടിയെ നയിക്കാനും മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകാനുമുള്ള ശക്തിയാണ് മറ്റൊരു പിന്തുണ. 75 വയസ്സ് പിന്നിടുന്ന ശ്രീമതി ടീച്ചറിന്റെ കാര്യത്തിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. കടുത്ത VS അനുകൂലികളായിരുന്ന S ശർമ്മ, ചന്ദ്രൻപിള്ള എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാകുമ്പോൾ കൂടുതൽ പുതുമുഖങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരും. മന്ത്രി MB രാജേഷ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, MV ജയരാജൻ, P ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ പേരുകൾ പരിഗണിക്കാനാണ് സാധ്യത. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ഇത്തവണയും മുഖ്യമന്ത്രി മൂന്നാം ഇടതു സർക്കാരിന്റെ നയരേഖ അവതരിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.